രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കാര്യത്തിൽ KPCC നേതൃത്വത്തിന്റെ കൂടിയാലോചന രാത്രിയോടെ പൂർത്തിയാകും. ഹൈക്കമാൻഡുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീണ്ടും ചർച്ച നടത്തി. രാജി വിഷയത്തിൽ രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. ഗുരുതരമായ പ്രശ്നമായതിനാൽ നേതൃത്വം ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുത് എന്നതാണ് ആവശ്യം. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, പാർട്ടിയിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ KPCC നേതൃത്വത്തിൽ കൂടിയാലോചന രാത്രിയോടെ പൂർത്തിയാകുമെന്ന് കൂടി അറിയുന്നുണ്ട്. എപ്പോഴാകും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുക? പ്രവിത, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം രാജിവെക്കണമെന്ന ആവശ്യം മുൻനിർത്തിയുള്ള ചർച്ച കോൺഗ്രസിനുള്ളിൽ പുരോഗമിക്കുകയാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുമായും ആശയവിനിമയം നടത്തിവരുന്നു. ഇന്ന് രാത്രിയോടെ ചർച്ചകൾ പൂർത്തിയാകുമെന്ന് പറയുന്നെങ്കിലും KPCC നേതൃത്വത്തിനകത്ത് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന കാര്യത്തിൽ ഏകാഭിപ്രായമില്ല എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. KPCC അധ്യക്ഷനടക്കമുള്ള ആളുകൾക്ക് ഈ ഘട്ടത്തിൽ രാജി വേണോ എന്ന സന്ദേഹം പ്രകടിപ്പിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. കാരണം ഇപ്പോഴും ഈ ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ആരാണ് ശബ്ദരേഖയ്ക്ക് പിന്നിലുള്ള ഇര എന്നതുപോലും വ്യക്തമാകുന്നില്ല. ഇരയുടെ പേരെന്നല്ല, മറിച്ച് ആരാണ് ആ പരാതിക്കാരി, എപ്പോഴും മാധ്യമങ്ങൾ വരുന്നതല്ലാതെ അതിൻ്റെ പിന്നിൽ ആരാണ് എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ലാതെ രാജി ആവശ്യപ്പെടുന്നില്ലേ അനൗചിത്യം, അതിലെ രാഷ്ട്രീയ വിവേകമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളാണ് ചില നേതാക്കൾ സംശയങ്ങളായി ഉന്നയിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി വിളിക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഒക്കെ രാഷ്ട്രീയകാര്യ സമിതി വിളിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ഇതിനൊപ്പം രാജി വേണോ, ഈ പരാതിയില്ലാതെ പരാതിക്കാരി ഇപ്പോഴും അജ്ഞാതമായി തുടരുന്ന സാഹചര്യത്തിൽ മറ്റൊരു ഈ രാജി വേണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. എന്തായാലും നാളെയോടുകൂടി ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.